പാപത്തിൻ്റെ വഞ്ചന. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിയിടുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് പാപം. പാപം എന്നത് പരസ്യമായി പോരാടുന്ന ഒരു ശത്രുവല്ല. ഞാൻ പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വരികയുമില്ല. അത് രഹസ്യമായി നമ്മെ ചതിക്കുന്ന ശത്രുവാണ്. പാപത്തിൻ്റെ സ്വഭാവമാണ് വഞ്ചന. കള്ളത്തെ സത്യമാക്കിയും സത്യത്തെ കള്ളമാക്കിയും പാപം ചിത്രീകരിക്കുന്നു. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാൻ പാപം സദാ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതിനാൽ പാപത്തിൻ്റെ വഞ്ചനയെ തിരിച്ചറിയുവാൻ ദൈവം വചനത്തിലൂടെ മനുഷ്യന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പാപം മനുഷ്യഹൃദയങ്ങളെ ദൈവത്തിന് വിരോധമായി കഠിനമാക്കുന്നു. തൽഫലമായി മനുഷ്യന് ദൈവശബ്ദം കേൾപ്പാൻ കഴിയാതെ പോകുന്നു. മാനസാന്തരം കുറയുന്നു. ഇത് ശത്രുവിൻ്റെ തന്ത്രമാണ്. ഏദനിൽ വെച്ച് സാത്താൻ ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. ദൈവത്തിന് വിരോധമായ പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും മാത്രം പറഞ്ഞിട്ട് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് മൗനം പാലിച്ചു. ഇസ്രായേൽ മക്കളിൽ അവിശ്വാസവും പെറുപെറുപ്പും കൊണ്ടുവന്നിട്ട് അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാട് നഷ്ടമാകുവാനിടയായി. ഇവിടെ പാപത്തിൻ്റെ വഞ്ചന വളരെ വ്യക്തമാണ്. യേശുവിനെ ഒറ്റുകൊടുപ്പാൻ യൂദായിൽ ചിന്തകൾ പാകിയിട്ട് ഒടുവിൽ അവനെ നാശത്തിലേക്ക് നയിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ, വചനത്തിൽ നാം ഉറച്ചു നിന്നാൽ പാപത്തിൻ്റെ വഞ്ചനയിൽ നിന്നും നമുക്ക് രക്ഷ നേടാം.